ഹലോ ഗായ്സ്, അപ്പം കുറേ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നുമില്ല ഗൈസ്, എനിക്ക് കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അപ്പം ഇന്നൊരു കണ്ടൻ്റ് ഉണ്ട്. ഇന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ്, പ്രേമം കാണാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന്. പയ്യനെ വന്നിരിക്കുക. അപ്പം ഞാൻ ടോണറെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് വരുന്നത് ഞാൻ ഒരുങ്ങുന്നതും കൂടി എടുക്കാം എന്ന്. അങ്ങനെ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മോയ്സ്ചറൈസർ ഇടാം. ഡോട്ടൻഗീൻ്റെ മോയ്സ്ചറൈസർ. ഇപ്പം ഞാൻ പ്രേമം കാണാൻ, ഞാൻ കുഞ്ഞിലെല്ലാം പ്രേമം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രേമം ഒന്നും കൂടെ റിലീസ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കത്ര ഇഷ്ടമായത്. അപ്പോൾ അതൊരു ബിഗ് സ്ക്രീനിൽ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചും കൂടി കേട്ടോ പോന്നെ. അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടു. അങ്ങനെ നമുക്ക് സൺസ്ക്രീൻ ഇടാം. പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ഇടാം. അങ്ങനെ സൺസ്ക്രീമും ഐസ്. ഇപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 10:05 ഷോ. ഇപ്പോൾ 9:17 എങ്ങനെയുണ്ട്? നമ്മളെപ്പോൾ പോവുകയാണെങ്കിലും ലേറ്റ് ആയിട്ടേ പോവുള്ളൂ. പിന്നെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ സിനിമ കാണാൻ കയറുമ്പോൾ ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോളം അവിടെ പരസ്യമായിരിക്കും. അതുകൊണ്ട് പിന്നെ ആ ഒരു വിഷയമല്ല. നമ്മൾ ഏത് മൂവിക്ക് പോയാലും ലേറ്റായിട്ടാണ് പോവുക. പക്ഷെ എങ്ങനെ പോയാലും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളവിടെ എത്തിയിരിക്കും. ഒരു ലിപ് ബാം ഇട്ടു. നമുക്ക് പൗഡർ ഇടാം. ഇതാണ് എൻ്റെ, ഞാൻ ഫൗണ്ടേഷൻ കോമ്പാക്ട് പൗഡറൊന്നും ഇടാറില്ലെന്ന് അറിയാലോ. എൻ്റെ കോമ്പാക്ട് പൗഡറൊക്കെ തന്നെ. അപ്പം ഞാൻ കണ്ണെഴുതി വന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഈ ഒരു ബ്ലാക്ക് ജീൻസും ഈ ഒരു ഷർട്ടും. ഇതെനിക്ക് ഇന്നലെ ഏട്ടൻ വാലന്റൈൻസ് ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാണ് ഗൈസ്. അപ്പം ഞാൻ ഇത് രണ്ടുമാണ് ഇടുന്നത്. അപ്പം ഞാൻ ഇതിട്ട് എൻ്റെ മുടിയും കൂടെ കെട്ടിയിട്ട് ഞാൻ വരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലെ ഓട്സ് കഴിച്ചു, ഇവിടെ കഴിച്ചില്ല. അപ്പോൾ ഇവളെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ആ വഴി നമ്മൾ സിനിമയ്ക്ക് പോകും. തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഫേസിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒടുക്കത്തെ വെയിലാണ്. അതെ. അപ്പോൾ ആരും മാക്സിമം ഒരു 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിൽ അടിക്കാതിരിക്കുക. ഞാനിട്ട പോലെ ഡബിൾ ലെയർ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ എല്ലാം ഇട്ടിട്ട് ഇറങ്ങുക ഗൈസ്. നമ്മളെപ്പോലുള്ളവരെ അങ്ങനെ ഒന്നും ഉപയോഗിക്കാത്തതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട്. അതെ. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോകും. ഇപ്രാവശ്യവും നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്ന്. 9:45 10:05 ഷോ. എന്തായാലും ഒരു 10-15 മിനിറ്റ് പരസ്യം കൊണ്ട് അങ്ങ് പോവും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ കാണിച്ചു തരാം. ഈ വെയിലത്ത് കൂടിയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അതെ, അവിടെ നിന്നാണ് ബേക്കുന്നാണ് വെയിലടിക്കുന്നത്. അപ്പവും മുട്ടയും കഴിക്കുകയാണ്. ഞാനൊരു മുട്ട പുഴുങ്ങിയതും മേടിച്ചു ഡയറ്റായതുകൊണ്ട്. ഗൈസ്, അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. ഇപ്പം 10:07 സമയം. സിനിമ തുടങ്ങിയോ ദൈവത്തിനറിയാം. 10:10 10:05 ഷോൻ്റെ ടൈം. പക്ഷെ ഇപ്പോൾ പരസ്യമായിരിക്കും. നോക്കാം തുടങ്ങിയോ ഇല്ലോ. പിന്നെ ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. എനിക്ക് ഇതേവരെ കണ്ട സിനിമ കാണാൻ അത്ര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. അതൊക്കെ അങ്ങനെ ഒന്നുമില്ല, ഞാൻ വിളിച്ചു വന്നത്തോളൂ. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അവന്റെ അമ്മയുടെ തല കലിപ്പ് തീരണില്ലല്ലേ.
അങ്ങാടിയായിരുന്നാലും ഈ ഒരു മോഹവല്ലി Big dreams, where today's small savings become the strong foundation of your daughter's secure tomorrow. You too can save for your daughter's future by investing in ഇറങ്ങിയ മനുഷ്യന്മാരാണ് ഗൈസ്. ഗൈസ് ഇപ്പം നമ്മൾ നൂഡിൽസും ഫ്രൈഡ് റൈസും മേടിച്ചിറങ്ങി. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല മുടിഞ്ഞ വെയിലാണ് ഗൈസ്. ഇനി നമ്മളിവിടുന്ന് ഊബർ വിളിച്ച് പോട്ടെ കേട്ടോ. ബൈ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. വേറെടിച്ചിട്ട് നോക്കാനാവുന്നില്ല. നമ്മൾ ഹോസ്റ്റലിലെത്തി. ഇനി പരിപാടിയൊന്നുമില്ല, ഇനി ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.